ഞാൻ ഇന്ന് മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കുന്നത്. അച്ചാറുണ്ടാക്കാൻ വേണ്ടി 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഉലുവയും കായവും ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ്. നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ, മുളക് ഉണക്കി പൊടിച്ചത് 2-3 ടേബിൾ സ്പൂൺ വേണം. അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. കടുക് ചൂടാക്കി പരിപ്പാക്കി വെച്ചതാണ്, അത് 1 ടേബിൾ സ്പൂൺ. ഇത്ര സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് അപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് മുറിക്കേണ്ടത്. ചെറിയതായിട്ട് മുറിക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. കടുക് പൊടിയും ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത് പിന്നെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനു വെച്ചാൽ ചീത്തയായി പോവാതിരിക്കാനാണ്. ചില സമയത്ത് ചീത്തയാവില്ല, എന്നാലും പറയാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രം വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. ഇതെല്ലാം നന്നായിട്ട് തിരുമ്മി ഇതിന് പിടിപ്പിച്ചിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം. ഇത് ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂറായി. ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.